വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാൻ മുസ്ലിം ലീഗ് തയ്യാറെടുക്കുന്നു എന്നതാണ് ഇന്ന് വരുന്ന വാർത്ത. കാരണം വീട് വെച്ചുകൊടുക്കാമെന്ന് പറഞ്ഞു, ഒരു വർഷം കഴിഞ്ഞിട്ടും ലീഗിന്റെ വീടൊന്നും നമ്മൾ അവിടെ കാണുന്നില്ല. എന്താണ് ആ വീടുകൾക്ക് സംഭവിച്ചത്? സർക്കാരിന്റെ വീടുകൾ മാതൃകാ ഭവനമോടെ ഉയർന്നു കഴിഞ്ഞു. അപ്പോഴും പ്രഖ്യാപിച്ച പലരും ആ പ്രഖ്യാപനത്തിൽ തന്നെ നിൽക്കുകയാണ്. അതിന് ലീഗ് പറയുന്ന മറുപടി പുനരധിവാസ പദ്ധതിക്ക് സർക്കാർ അനാവശ്യ നിയമക്കുരുക്ക് ഉണ്ടാക്കുന്നു എന്നാണ്. ആവശ്യമെങ്കിൽ കോടതിയെ സമീപിക്കാനും ലീഗ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. എന്താണ് ആ വീടുകൾക്ക് സംഭവിച്ചത്? അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് അഷ്കർ അലി കരിമ്പ. വീടെവിടെ? ലീഗിനോട് ഇത് ചോദിക്കുമ്പോൾ അവർ തിരിച്ചു പറയുന്ന മറുപടി എന്താണ്? സുജ, ലീഗ് പറഞ്ഞത് തങ്ങൾക്ക് കൃത്യമായ ഉറപ്പുണ്ട്, തങ്ങൾ നൽകിയ വാഗ്ദാനം പാലിക്കുകയും ചെയ്യും. കാരണം അതിനാവശ്യമായ സാമ്പത്തികമായിട്ടുള്ള പിരിവ് ആദ്യഘട്ടത്തിൽ തന്നെ ലീഗ് നടത്തുകയും വലിയ തോതിൽ ജനങ്ങളുടെ സഹകരണം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ വീടിൻ്റെ കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ട എന്നതാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന നിയമക്കുരുക്ക് അല്ലെങ്കിൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതൊക്കെ തന്നെ രാഷ്ട്രീയമായി ഉയർത്തിയ വിഷയങ്ങളാണ്. മാത്രമല്ല ഇപ്പോൾ ഉയർത്തി പറഞ്ഞില്ലെങ്കിൽ തോട്ടഭൂമിയിലാണ് എന്നുള്ള വിഷയമൊക്കെ തന്നെ ലാൻഡ് ബോർഡിൻ്റേത് അതൊരു സ്വാഭാവിക പരിശോധന മാത്രമാണ്. അത്തരത്തിലുള്ള കണ്ടെത്തലുമാണ്. അതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നുള്ള ഒരു വിശദീകരണമാണ് ലീഗ് നേതൃത്വം പറയുന്നത്. വേണ്ടി വന്നാൽ കോടതിയെ സമീപിക്കുക, കോടതിയിൽ നിന്നും അനുകൂല നിലപാട് നേടിയെടുത്ത ശേഷം വീട് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുക എന്നതാണ് മുസ്ലിം ലീഗിന്റെ മുന്നിലുള്ള പ്രധാന തീരുമാനം. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം ലാൻഡ് ബോർഡിന്റേത് സ്വാഭാവിക പരിശോധന മാത്രമെന്ന് പറയുന്നു. പക്ഷേ ഈ ഭൂമിയുടെ തരം എന്താണ്? നമ്മൾ അന്വേഷിച്ചപ്പോൾ ബോധ്യമായത് എന്താണ്? തന്നെ ഇത് തോട്ടഭൂമിയാണ് എന്നുള്ള മൊഴി നൽകിയ. ശരി, അഷ്കറിലേക്ക് വരാം. നമുക്ക് ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടുകളെ കുറിച്ച് കൂടി അതൊന്ന് കൃത്യമായി മനസ്സിലാക്കാം. ലീഗ് ഇപ്പോൾ നിയമപരമായി നേരിടാൻ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ പുനരധിവാസ പദ്ധതി എന്ന് പറയുമ്പോൾ എന്താണ് അവർ പദ്ധതിയിട്ടത്? അതുകൂടി നമ്മൾ അറിയണ്ടേ? കാരണം അവരെ പറഞ്ഞു പറ്റിച്ചോ? ആ ചോദ്യം അവിടെ നിൽക്കുകയാണ്. കാരണം വീട് ഇതുവരെ ഉയർന്നിട്ടില്ല. മുസ്ലിം ലീഗ് വയനാട് പുനരധിവാസ പദ്ധതി എന്താണ് എന്നത് റിപ്പോർട്ടർ പരിശോധിക്കാൻ പോവുകയാണ്. മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചത് 105 വീടുകൾ നിർമ്മിച്ചു നൽകും ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക്. അത് സർക്കാരുമായി ചേർന്ന് തന്നെയാണ്, അതായത് സർക്കാരിന്റെ പട്ടികയിൽപ്പെട്ടവർക്കാണ് എന്നും ലീഗ് വ്യക്തമാക്കി. അപ്പോൾ പുനരധിവാസത്തിന്റെ ഭാഗമായി നിർമ്മിച്ചു തരാം എന്ന് പറഞ്ഞത് 105 വീടുകൾ. പക്ഷേ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഒരു വീട് പോലും ആയിട്ടില്ല. മേപ്പാടി വെള്ളിത്തോടാണ് 10 ഏക്കർ ഭൂമി ഇതിനായി ഏറ്റെടുത്തുവെന്ന് ലീഗ് പ്രഖ്യാപിച്ചത്. അവിടേക്ക് അവർ പോകുന്നതടക്കം നമ്മൾ കാണുകയും ചെയ്തതാണ്. 1000 സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ നിർമ്മിക്കും, സർക്കാർ നിർമ്മിക്കുന്ന അതേ മാതൃകയിലുള്ള വീടുകൾ നിർമ്മിക്കുമെന്നാണ് മുസ്ലിം ലീഗ് പറഞ്ഞത്. പക്ഷേ 1000 സ്ക്വയർ ഫീറ്റ് പോയിട്ട് 1 സ്ക്വയർ ഫീറ്റ് പോലും അവിടെ പണിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ അപേക്ഷകൾ ക്ഷണിച്ചത് എങ്ങനെയാണ്? അത് സർക്കാരിന്റെ പട്ടികയിൽപ്പെട്ട ആളുകളിൽ നിന്ന് തന്നെയാണ് ആ അർഹരെ കണ്ടെത്തിയത്. അങ്ങനെ അപേക്ഷ ക്ഷണിക്കുന്നു. അർഹരായ ആളുകളെ 105 ഗുണഭോക്താക്കളെ അവർ കണ്ടെത്തുകയാണ്. അതോടൊപ്പം മറ്റ് അമ്യൂണിറ്റീസ് കൂടി അവിടെ ഉണ്ടാക്കുമെന്നും ലീഗ് പറഞ്ഞിരുന്നു. അതായത് അതിൽ പ്രധാനപ്പെട്ടത് ഈ വീടുകൾക്ക് ഒപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് ഒരു കമ്മ്യൂണിറ്റി സെന്റർ പാർക്കാണ്. സർക്കാർ ലിസ്റ്റിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ച് 105 അർഹരായ ആളുകളെ കണ്ടെത്തി അവിടെ ഒരു വീടുകൾ അടങ്ങുന്ന ഒരു കോംപ്ലക്സ് ഉണ്ടാകുന്നു. അതിന്റെ കൂടി ഒരു കമ്മ്യൂണിറ്റി സെന്റർ പാർക്ക് വരുന്നു. പ്രധാനപ്പെട്ട ഒരു പാതയോട് ചേർന്നാണ്, മേപ്പാടിയിൽ നമ്മൾ ആ സ്ഥലം കണ്ടതാണ്, പ്രധാനപ്പെട്ട റോഡിനോട് ചേർന്നുള്ള ഒരു ഭവന സമുച്ചയമാണ് ഇപ്പോൾ നമ്മൾ ഉയരുമെന്ന് പ്രതീക്ഷിച്ചത്. ഈ വീടുകളിലേക്ക് റോഡ്, കുടിവെള്ളം, എല്ലാ സൗകര്യവും ഉണ്ടാകുന്ന ഒരു ഗംഭീര പദ്ധതിയാണ് ലീഗ് പ്രഖ്യാപിച്ചത്. പക്ഷേ പ്രഖ്യാപനമായി നിൽക്കുമ്പോൾ അതിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ? പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് ആണ്. അഷ്കർ അലി കരിമ്പ, ഇതായിരുന്നു പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം പാഴാകുന്നതിനായി കൃത്യമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഉണ്ടായെന്നാണോ ലീഗ് പറയുന്നത്? അത്തരമൊരു ആരോപണം തന്നെയാണ് ലീഗ് രാഷ്ട്രീയ നേതൃത്വം നേരത്തെ മുതൽ തന്നെ ഉന്നയിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ലീഗ് ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥലം ഏറ്റെടുക്കുകയും അതിൽ പദ്ധതി പ്രഖ്യാപനം നടത്തുകയും ഒക്കെ ചെയ്തു. പക്ഷേ സർക്കാരിന് മുമ്പ് ലീഗിൻ്റെ പദ്ധതി പൂർത്തിയാക്കിയാൽ അത് സർക്കാർ തിരിച്ചടിയാകും. അതുകൊണ്ട് തങ്ങളുടെ പദ്ധതിക്ക് മനഃപൂർവ്വം തടസ്സം സൃഷ്ടിക്കുകയാണ് സർക്കാർ ചെയ്തത് എന്നുള്ള ആരോപണം ലീഗ് ഉന്നയിക്കുന്നു. അത് രാഷ്ട്രീയ ആരോപണം മാത്രമാണ്, അടിസ്ഥാനമുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ പൊതുജനം വിലയിരുത്തേണ്ട കാര്യം കൂടിയാണ്. രണ്ടാമത്തേത് ലീഗ് പറയുന്നത് നിയമക്കുരുക്കിൻ്റെ വിഷയമാണ്. അത് കോടതിയെ സമീപിച്ചുകൊണ്ട് അനുകൂല തീരുമാനമുണ്ടാക്കുകയും വേഗത്തിൽ വീട് നിർമ്മാണത്തിലേക്ക് കടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ലീഗ് മുന്നിൽ കാണുന്ന ഒരു പോംവഴി.